സൗഹൃദമിതെന്നുമൊരു സുന്ദര കിസ, രണ്ട് മനം തമ്മിലിഴ ചേർന്നൊരു പിസ, ഒട്ടി ഒട്ടിച്ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ, കൂട്ടുകെട്ടി നീർപ്പുഴയിൽ. വില്ലേജ് ഓഫീസറെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു യാത്രയപ്പ് കിട്ടുക എന്ന് പറയുമ്പോൾ അത് ഒരു കിട്ടാക്കനി തന്നെയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു കുളത്ത് ആരെങ്കിലും ആയിട്ടുണ്ടാവും, എന്തെങ്കിലും ചെറിയ പ്രശ്നം നമ്മുടെ വില്ലേജ് ഓഫീസിലുണ്ട്, അത് പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ വില്ലേജ് ഓഫീസർ പരമാവധി മോശമായിട്ടുള്ള ഒരു അഭിപ്രായം ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. പക്ഷെ അതില്ലാതെ എനിക്ക് ഇവിടുന്ന് യാത്ര പറയാൻ പറ്റി എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ കാര്യമായിട്ടാണ്. അത് എൻ്റെ മാത്രം ഒരു കഴിവുകൊണ്ടല്ല, അത് എൻ്റെ സ്റ്റാഫും അതേപോലെ നിങ്ങൾ ഓരോരുത്തരും മെമ്പർമാരെന്ന നിലയിലായാലും സീരിയസ് മെമ്പർമാരെന്ന നിലയിലായാലും ആശാ വർക്കർമാരെന്ന നിലയിൽ എല്ലാവരോടും തന്നെ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്ത് കാര്യം ചോദിച്ചാലും യഥാസമയം എനിക്കൊരു ഉത്തരം കിട്ടാറുണ്ട്. അത് കാര്യം ഞാൻ ആദ്യം ഒന്ന് അന്വേഷിച്ചിട്ടാണ് നിങ്ങളോട് ചോദിക്കാറുള്ളത് എങ്കിൽ പോലും അത് കറക്റ്റ് ആയിരിക്കും. എൻ്റെ അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം കറക്റ്റ് ആയിരിക്കും. പക്ഷെ അത് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് ജനങ്ങളെ സംബന്ധിച്ച് സർട്ടിഫിക്കറ്റ് വേഗം കിട്ടുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ചിലക്ക് ഇന്ന് കിട്ടേണ്ടായിരിക്കും, ഇന്ന് രാവിലെ കിട്ടേണ്ടായിരിക്കും, ഇന്ന് വൈകുന്നേരം ഇന്ന് രാവിലെ കിട്ടും, ഇന്ന് തന്നെ തരണം എന്നിട്ടായിരിക്കും വരും. വില്ലേജ് ഓഫീസർ ഇപ്പോൾ തന്നെ ആദ്യം ഞാനൊന്ന് പറയും, നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ വന്നാൽ എങ്ങനെ ചെയ്യാന്നൊക്കെ ചോദിക്കെങ്കിലും ആ സർട്ടിഫിക്കറ്റ് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. മറ്റൊന്നുമല്ല, നമ്മൾ ഒരു സർട്ടിഫിക്കറ്റ് നമ്മളെടുത്ത് വരുന്നത് നമുക്കത് കൊടുക്കാൻ ദൈവം ഒരു അവസരം നൽകിയതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ, എനിക്ക് വില്ലേജ് ഓഫീസർ പോസ്റ്റ് വേറെ ആർ ഐ പോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഓഫീസിൽ ഇരിക്കാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ദൈവനിശ്ചയമായിരിക്കും ഇങ്ങനെ ഒരു ഓഫീസിൽ വന്ന് ജനങ്ങളോട് നല്ല രീതിയിൽ മുകളിലായി പോയിട്ട് ഇങ്ങനെ ഒരു യാത്രയപ്പ് കിട്ടിപ്പോകാനൊരു ദൈവത്തിൻ്റെ ഒരു നിശ്ചയം തന്നെയായിരിക്കും. അതിന് ദൈവത്തോട് നന്ദി പറയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഇവിടെ വിട്ടുപോകുന്ന സത്യം പറയുന്ന ഒരു സങ്കടം ഉണ്ടെന്നുള്ള സത്യമാണ്. പ്രൊമോഷൻ കിട്ടി പോവുകയാണെങ്കിൽ പോലും എനിക്ക് എന്തായിട്ടൊരു വിഷമമുണ്ട്. നേരത്തെ നമ്മുടെ മിനികുമാരി വന്നിട്ട് വില്ലേജ് ഓഫീസർ പോവുകയാണെങ്കിൽ കണ്ണും നിറച്ച് പോയി. അപ്പോൾ ഞാൻ ആലോചിക്കാം, അപ്പോൾ എന്തോ ഒരു എന്നിൽ എന്തോ ഒരു നന്മ കണ്ടിട്ടായിരിക്കണം അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ ഓരോരുത്തരുടെ വാക്കും കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ്. എന്തോ എന്നോട് ചെറിയൊരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൗഹൃദമിതെന്നും ഒരു സുന്ദര കിസ, രണ്ടു മനം തമ്മിലിഴ ചേർന്നൊരു പിസ, ഒട്ടിയൊട്ടി ചേർന്നിരിക്കാൻ വേണ്ടി നീ പശ, കൂട്ടുകെട്ടി നീർപ്പുഴയിൽ നീന്തൽ രസ, ചിരിയാലെ മൊഴിയാലെ പകലായി നിശ, ചിറകായി ഉയരുമ്പോൾ ഒരു പോൽ ദിശ, വേഗത്തിൽ മായുന്നിതോരോ ദശ.